ഏട്ടത്തി മോളെ കിട്ടിയോ? അയ്യോ വാടി. ഇനി ഒന്നേ ഞാൻ എടുക്കട്ടെ. വാ വാ ചക്കര മോളോ. വാവേ മോളെ, കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ, ഞാനൊന്ന് എടുക്കട്ടെ. വാ മോളെ. എന്റെ പൊന്നു മോള് തിരിച്ചു വന്നു. ഇതിനാണോ മോളെ പോലീസുകാർ കൊണ്ടുപോയത്? അതെ അച്ഛാ, ഇവളെ തിരിച്ചു തരാൻ വേണ്ടിയാ പോലീസുകാർ വന്ന് എന്നെ കൊണ്ടുപോയത്. അല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊന്നുമല്ല. ഇവിടെ ചിലരുടെയൊക്കെ വിചാരം അങ്ങനെയായിരുന്നു. അവന്തിക ഞങ്ങളെല്ലാം പേടിപ്പിച്ചു കളഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു പോയി. ഇപ്പോഴാ അച്ഛന് സന്തോഷമായത്. ഇവളെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. തിരിച്ചു കിട്ടിയത് മാത്രമല്ല അച്ഛാ, ഇനി ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ആരും വരില്ല. നിയമപരമായി തന്നെ ഞങ്ങൾ ഇവളെ ദത്തെടുത്തു. അവന്തികേ, ഇനി ഒരിക്കലും ഇവളെ തിരിച്ചു കിട്ടില്ലെന്ന് എടുത്ത് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ എന്റെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിരുന്നു. കരഞ്ഞു പറയാൻ എനിക്ക് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ പ്രാർത്ഥനയും കരച്ചിലും ആ ദൈവം കേട്ടു. ഇപ്പൊ നോക്ക്, ആ ദൈവം തന്നെ എനിക്കിവളെ തിരിച്ചു തന്നു. അതും എന്റെ സ്വന്തം മകളായിട്ട്. അവന്തികേ, നോക്കി നിൽക്കാതെ പോയി ആരതി കത്തിക്കേ. ഞാനോ? അതെന്താ, നീ കത്തിച്ച ആരതി കത്തില്ലേ? വേഗം ചെല്ല്. ഈ വീട്ടിലെ അമ്മയുടെ സ്ഥാനം മൂത്ത മരുമകൾക്കാ. നീ വേണം ഇവളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ. വേഗം ചെല്ല്. അവന്തി ചേച്ചിക്ക് നല്ല 8ന്റെ പണി കിട്ടി. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് കരുതി നീ കൂടുതൽ അഹങ്കരിക്കരുത്. അച്ഛൻ നിങ്ങളോട് ആരതി കത്തിക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു എന്തെങ്കിലും ഉടായിപ്പ് കാണിക്കുന്നു. അതുപോലെ തന്നെ അങ്ങ് സംഭവിച്ചല്ലോ. ആരതിയുടെ താലം എന്റെ കുഞ്ഞിന്റെ ദേഹത്തേക്കിട്ട് മനഃപൂർവ്വം പൊള്ളിക്കാൻ നോക്കിയതല്ലേ നിങ്ങള്? അതെ, ഞാൻ അതിന് തന്നെയാ നോക്കിയത്. നിനക്കത് മനസ്സിലായല്ലേ? നീ എന്ത് ചെയ്യും? ആ നാശം പിടിച്ചതിനെ നീ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്തതും. അതിന്റെ പേരിൽ നിനക്ക് എന്നെ ഇവിടുന്ന് ഇറക്കി വിടണോ? അതോ കോടതി കയറ്റണോ? നിനക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ അതിനോടുള്ള ഇനി അങ്ങോട്ടുള്ള എന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നലെ വരെ അത് ശിവരാമേട്ടന്റെ മാത്രം കുഞ്ഞായിരുന്നു. എന്നാ ഇന്ന് അങ്ങനെയല്ല. ഞാനും എന്റെ സച്ചേട്ടനും നിയമപരമായിട്ട് ദത്തെടുത്ത കുഞ്ഞാവള്. നീ എത്ര ദത്തെടുത്തു എന്ന് പറഞ്ഞാലും സ്വന്തമായി വളർത്താൻ ശ്രമിച്ചാലും ആ നാശം പിടിച്ചത് ഒരിക്കലും ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞല്ലാതായി മാറില്ല. അത് ഞങ്ങള് നോക്കിക്കോളാം. പക്ഷെ അതിനിടയില് എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയോണ്ടല്ലോ നീ എന്നെ അങ്ങ് ഞൊട്ടും. അർച്ചനെ, നീ അതിനെ എത്ര ചേർത്ത് പിടിക്കാൻ നോക്കിയാലും
ഒരു ദിവസം നിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞങ്ങ് കൈവിട്ടു പോവും. ഞാൻ എന്റെ കുഞ്ഞിനെ നിയമപരമായിട്ട് ദത്തെടുത്തതാ. ഇനി ഒരു ശക്തിക്കും എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനാവില്ല. പോലീസും കോടതിയും ഒന്നും അവളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കൂല. കഥ അറിയാതെ ആട്ടം കാണുക മോളെ നീ. നിയമപരമായി ആ കുഞ്ഞിനെ നീ ദത്തെടുത്തതൊക്കെ ഒരു പാഴ്ക്കിനാവായി മാറുന്ന ദിവസം വരും. നിന്റെ കണ്ണിന് മുൻപിലൂടെ ആ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടും. ഇത് പറയുന്നതേ അവന്തികയാ. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല് മാത്രം. എന്റെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള നിങ്ങളുടെ വൃത്തികെട്ട ചിന്തയുണ്ടല്ലോ, അതൊരു മാറാ രോഗമാ. നിങ്ങളുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന ക്യാൻസർ. അതിന് മരുന്നില്ല. എനിക്കുള്ള അസുഖത്തിനുള്ള മരുന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നെ ചികിത്സിക്കാൻ നീ ആരാ? ഡോക്ടറോ? നിങ്ങൾക്ക് വേണ്ട നല്ല ഒന്നാന്തരം ചികിത്സ എന്റെ കയ്യിലുണ്ട്. ദാ ഈ കൈ നിവർത്തി ഒരെണ്ണം തന്നോണ്ടല്ലോ, നിങ്ങൾ വട്ടം കറങ്ങി പോവും. പിന്നെ എന്താ നീ എന്നെ തല്ലാത്തത്? ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. നിന്റെ ഉശിര് ഞാനൊന്ന് കാണട്ടെ. എന്റെ കയ്യിൽ നിന്ന് പലതവണ കൈനീട്ടി വാങ്ങിച്ചിട്ടും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ല.